ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ നൈല, ആയുഷ് വൈദ്യശാല, ചെറുവത്താണി. ഇന്നത്തെ ടോപ്പിക് വൃക്കരോഗത്തെ പറ്റിയിട്ടാണ്. ഇന്ന് ധാരാളമായിട്ട് വളരെയധികം കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ് വൃക്കരോഗം. ഹൃദയ രോഗത്തെക്കാളും ഏറ്റവും വലിയ മാരകമായ രോഗമായിട്ട് തന്നെയാണ് വൃക്കരോഗത്തെ കാണപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ വൃക്കരോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ആ രോഗി ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഈവൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് പോലും ഒരുപാട് ചിലവേറിയ ഒരു ചികിത്സ തന്നെയാണ് ഈ അസുഖത്തിനുള്ളത്. അതുപോലെ തന്നെയാണ് ഡയാലിസിസും. ഡയാലിസിസ് വളരെ ഹൈ ക്ലാസ് ആയ ആളുകൾക്ക് മാത്രം തുടർന്ന് ചികിത്സിക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാര്, അതായത് മിഡിൽ ക്ലാസ്, അതിന് താഴെയുള്ള ആൾക്കാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് വരെ മാക്സിമം അവർക്ക് ഈ ചികിത്സ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ ആ ചികിത്സ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ്. നമുക്ക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വൃക്കരോഗം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ലക്ഷണങ്ങളിൽ കണ്ടാൽ തന്നെ നമുക്കത് നിശ്ചയിക്കാവുന്നതാണ്. ആദ്യത്തെ ഇത് എന്ന് പറയുന്നത് ശ്വാസതടസ്സമാണ്. ശ്വാസതടസ്സം രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം നമുക്ക്. ഒന്ന്, HB പെർസെന്റേജ് കുറയുന്നത് മൂലം. HB% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ അളവാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് രക്താണു ആണ്. ഇപ്പൊ രക്താണുയുടെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറയുന്നു. അതും ഒരു റീസൺ ആണ്. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തില് എന്തെങ്കിലും ഒരു വെള്ളം കെട്ട് നിൽക്കുക അല്ലെങ്കിൽ നീർ കെട്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്വാസത്തിൽ തടസ്സം വരാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ക്ഷീണം അല്ലെങ്കിൽ തളർച്ച. ക്ഷീണം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയാണ് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എറിത്രോപോയറ്റിനാണ് ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിനും അതിന്റെ വളർച്ചയ്ക്കും കാരണമാകുന്നത്. അപ്പൊ വൃക്കയിൽ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എറിത്രോപോയറ്റിൻ ഉൽപാദനത്തിന് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് ഉള്ളത് കൊണ്ട് അനീമിക് ആവും പേഷ്യന്റ്. അപ്പൊ പേഷ്യന്റ് അനീമിക് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തളർച്ച, ക്ഷീണം ഇതുപോലെ തന്നെ അനുഭവപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഇനി വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് മൂത്രത്തിൽ തന്നെ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നമുക്ക് കണ്ടുവരാവുന്നതാണ്. മൂത്രത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങളെ അത് ഫിൽട്ടർ ചെയ്തിട്ട് മൂത്രത്തിന്റെ കൂടെ അത് പുറന്തള്ളപ്പെടും. നമ്മുടെ ടോക്സിൻസ് നമ്മൾ യൂറിനിൽ കൂടിയാണ് അത് ലെഫ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല്, അപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും കുറവ് വരികയാണ് അല്ലെങ്കിൽ തകരാറ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൂത്രത്തിലൂടെ നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉറങ്ങുന്ന സമയത്ത്, അതായത് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന ഫ്രീക്വൻസി വളരെയധികം കൂടുന്നു. ഇനി മൂത്രം ഒഴിക്കുന്ന ഫ്രീക്വൻസി വളരെയധികം കൂടിയാൽ തന്നെ ചിലവർക്ക് വളരെ കട്ടി കുറഞ്ഞിട്ടും ധാരാളമായിട്ട് മൂത്രം പോകുന്നു. ചിലവർക്ക് കട്ടി കൂടിയിട്ടും വളരെ കുറച്ചായിട്ട് മൂത്രം പോകുന്നു. ഇനി മൂത്രത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാവാം, രക്തം കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മൂത്രത്തില് ചിലപ്പോൾ നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ പതയോ നുരയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു ലക്ഷണങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മൂത്രത്തിൽ കൂടെ നമുക്ക് വൃക്കരോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ്. ഇനി ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നീര് വരിക, അതായത് നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങള് പുറന്തള്ളപ്പെടാണ്ട്, അതായത് കിഡ്നിക്ക് എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്തിട്ട് പുറത്തേക്ക് പോവില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ തന്നെ അടിഞ്ഞുകൂടും. അപ്പൊ അടിഞ്ഞുകൂടുമ്പോൾ എവിടെയൊക്കെ നമുക്ക് നീര് കണ്ടുവരാന്നുണ്ടെങ്കിൽ നമ്മൾ കൺതടത്തില്, മുഖത്ത്, കയ്യില്, കാലില്, കാൽപാദം, കൈപ്പാദം എന്ന് പറയുന്ന ഏരിയാസിലൊക്കെ നമുക്ക് ഈ വൃക്കരോഗം നീര് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഏറ്റവും
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന്റെ ചുറ്റും നമുക്ക് നീർക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചിലും തടിപ്പും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ചൊറിച്ചിലും തടിപ്പും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിഡ്നിയാണ് ശരിക്കും ഫിൽട്ടർ ചെയ്യുന്നത്. നമ്മുടെ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ ഫിൽട്ടർ ചെയ്യുന്നത് കിഡ്നിയാണ്. അപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ ബോഡിയിൽ പുറത്ത് പോകാണ്ടാവുമ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലും തടിപ്പും കണ്ടുവരുന്നു. പിന്നെ ഈ ടോക്സിൻസ് അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി, നോസിയ എന്ന് പറയും, അല്ലെങ്കിൽ മനം പുരട്ടൽ എന്ന് പറയും, അല്ലെങ്കിൽ ചിലർ ഛർദ്ദിച്ച് കളയും. ഇതും ഒരു ലക്ഷണമാണ്. പിന്നത്തെ ലക്ഷണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം തണുപ്പ് ഫീൽ ചെയ്യും. തണുപ്പ് ഫീൽ ചെയ്യുക എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് അനീമിക് ആവുന്നത് കൊണ്ടാണ്. അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ HBയുടെ പെർസെന്റേജ്, അതായത് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. ഇനി വൃക്കരോഗം വരാനുള്ള കാരണങ്ങൾ. വൃക്കരോഗം വരാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രമേഹം തന്നെയാണ്. 60% അസുഖം വരുന്നത് പ്രമേഹം കൊണ്ടും BP, അതായത് ഹൈ ബ്ലഡ് പ്രഷറും കൊണ്ടുമാണ്. BP കൂടാണ്ട് എപ്പോഴും നമ്മൾ ഒരേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. BP കൂടുകയാണെങ്കിൽ വൈസ് വേഴ്സ തീർച്ചയായിട്ടും അത് കിഡ്നീനെ ബാധിക്കുന്നതാണ്. ഇനി പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഒരു 7 തൊട്ട് 10 വർഷത്തിന്റെ ഉള്ളിലാണ് പ്രമേഹം കൊണ്ട് കിഡ്നിക്ക് തകരാറ് വരുന്നത്. ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമല്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ഒരു ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഡയബറ്റീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഒരുപാട് പേര് കിഡ്നി സ്റ്റോൺസ് എങ്ങനെ റിമൂവ് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നെക്സ്റ്റ് ടോപ്പിക്കിലാണ് കിഡ്നി സ്റ്റോൺസിനെ പറ്റി പറയുന്നത്. അതെ, ഇതിലിപ്പോ പറയുന്നുണ്ട് ഹൗ ടു ഓവർകം ദിസ് ഡിസീസ്. അതിപ്പോ നെക്സ്റ്റ് ഞാൻ പറയുന്നതാണ് ഹൗ ടു ഓവർകം എന്നുള്ളത്. അപ്പൊ നമ്മൾ 60% കാര്യം പറയും. 60% ആർ ഡ്യൂ ടു ഡയബറ്റിക് ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ. നെക്സ്റ്റ് 40% എന്ന് പറയുന്നത് നമുക്ക് മുൻകാലത്ത് എന്തെങ്കിലും കിഡ്നി സംബന്ധമായ പഴുപ്പോ എന്തെങ്കിലും വരികയാണ്, അല്ലെങ്കിൽ ഇത് പാരമ്പര്യം കൊണ്ടും കിഡ്നി രോഗം വരാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂറിൻ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതായത് കിഡ്നിയുടെ ഫംഗ്ഷൻ നോർമൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് കിഡ്നിയിൽ ഹീമോഗ്ലോബിന്റെ അളവുണ്ടോ എന്ന് നോക്കുക, യൂറിയ, ക്രിയാറ്റിനിൻ, ആൽബുമിൻ എന്നീ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ യൂറിനിൽ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഷുഗറിന്റെ ടോപ്പിക്, ഡയബറ്റീസ് ഒക്കെ നെക്സ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഇനി നമ്മൾ കിഡ്നി ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, പ്രമേഹ രോഗത്തിലെ ഷുഗറിന്റെ അളവ്, അതായത് പഞ്ചസാരയുടെ അളവ് വളരെ നമ്മൾ നോർമൽ ആക്കണം. BP കൂടാണ്ട് നോക്കണം. കൊളസ്ട്രോൾ വളരെയധികം നോർമൽ ആക്കണം. പിന്നെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവർ, പ്രത്യേകിച്ച് പെയിൻ കില്ലേഴ്സ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിഡ്നിനെയാണ് ഡയറക്ട്ലി ബാധിക്കുന്നത്. അപ്പൊ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് കിഡ്നി രോഗമുള്ളവർ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ CT സ്കാൻ, IVP, ആൻജിയോഗ്രാമിലൊക്കെ ഉപയോഗിക്കുന്ന അയഡിൻ എന്ന് പറയുന്ന ഡൈ, അത് നമ്മുടെ ശരീരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ എഫക്ട് വരികയാണെന്നുണ്ടെങ്കിൽ കിഡ്നി രോഗികൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ കിഡ്നി രോഗികൾ മിതമായിട്ട് വെള്ളം കുടിക്കുക. അവർക്ക് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക. കുടിക്കേണ്ട വെള്ളം തഴുതാമ അല്ലെങ്കിൽ ഞെരിഞ്ഞില് ഇട്ട് അല്ലെങ്കിൽ ചെറുവിള, ഇത് മൂന്നും ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ടോ കുടിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.
പിന്നെ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീമിക് ആവാണ്ടിരിക്കുക, അതായത് ശരീരത്തില് രക്താണുക്കളുടെ അളവ് കൂട്ടുക. ഓക്കെ. സോ അതുപോലെ കാൽഷ്യം അടങ്ങുന്ന മീനുകളും ഫുഡ്സും നമുക്ക് കഴിക്കാവുന്നതാണ്. കിഡ്നി രോഗമുള്ളവര് കരിക്കും വെള്ളം അധികം കുടിക്കാൻ പാടില്ല, കുടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കരിക്കില് പൊട്ടാഷ്യത്തിന്റെ അളവ് കൂടുതലാണ്. ഈ പൊട്ടാഷ്യം ടൈപ്പ് ഓഫ് എലമെന്റ്സ് നമ്മുടെ കിഡ്നിക്ക് എന്താ പറയുക ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ പറയുന്നത് കരിക്ക് വെള്ളം കഴിക്കരുത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കിഡ്നി ഡിസീസ്, അലർജിനെ പറ്റി പറയാവുന്നതാണ്, കൊളസ്ട്രോളിനെ പറ്റി പറയാവുന്നതാണ്, ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് എല്ലാം ലാസ്റ്റ് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഈ കിഡ്നി ഡിസീസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ അലോപ്പതിയിൽ 2 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡയാലിസിസ് ആണ്. സെക്കൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഡയാലിസിസ് എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ട്, കൃത്രിമമായ രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഡയാലിസിസ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് പറയുന്നത് ഹീമോഡയാലിസിസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോൾഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തം പുറത്തേക്ക് എടുത്തിട്ട് ഒരു ഫിൽട്ടർ വഴി ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ഒരു പ്രത്യേക ദ്രാവകം, ഒരു സ്പെഷ്യൽ ദ്രാവകം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുകയാണ്. എവിടെ? പെരിറ്റോണിയത്തിൽ. പെരിറ്റോണിയം എന്ന് പറയുന്നത് കുടലിന് ചുറ്റുമുള്ള ഏരിയനെയാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പൊ ആ ദ്രാവത്തെ പെരിറ്റോണിയത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ കിഡ്നി ഡിസീസസ് വരാം? അതായത് പ്രമേഹമുള്ളവർക്ക് വരാം, പ്രായമുള്ളവർക്ക് വരാം, BP കൂടുതലുള്ളവർക്ക് വരാം, കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കും ഇത് വരുന്നതാണ്. അതുപോലെ ഒരുപാട് പെയിൻ കില്ലേഴ്സും മാനസിക നില തെറ്റിയിട്ട് മാനസിക രോഗത്തിന് ചികിത്സിക്കുന്നവർക്കും എന്താ പറയാ കഴിക്കുന്ന മരുന്നുകൾ മൂലം കിഡ്നി ഡിസീസ് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് മറ്റു പനികളായ ഡെങ്കിപ്പനി, മലേറിയ, കുഷ്ഠം, പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാ റീസൺസിനെ കൊണ്ടും കിഡ്നി ഡിസീസ് വരാവുന്നതാണ്. അതുപോലെ സ്നേക്ക് പോയ്സൺ, റാറ്റ് പോയ്സൺ, സ്കോർപ്പിയൻ ബൈറ്റ് കൊണ്ട് വരുന്നത്, ഇതെല്ലാം കൊണ്ടും കിഡ്നീനെയും എഫക്ട് ചെയ്യുന്നതാണ്. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ തടയാം? അതായത് വ്യായാമം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിഡ്നി ഡിസീസ് പ്രിവെന്റ് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് നല്ല രീതിയിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക. അതുപോലെ തന്നെ ആൽക്കഹോൾ ഒഴിവാക്കുക, ആസിഡ്സ് ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിഡ്നി ഡിസീസിൽ നിന്ന് ഒരു മുക്തി കിട്ടാവുന്നതാണ്. ഇനി കിഡ്നി ഡിസീസ് ഉള്ളവര് കൂടുതലായിട്ട് കഴിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാഴക്കിഴങ്ങി നീര് കഴിക്കുക, വാഴപ്പിണ്ടി നീര്, വാഴപ്പോള നീര്, ഇതെല്ലാം അത്യുത്തമമാണ്. ഏറ്റവും കൂടുതൽ ഇവർ കഴിക്കേണ്ടത് ഇതാണ്. ഇനി കഴിക്കാവുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് മുതിര, ചെറുപയറ്, കക്കരിക്ക, വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ, ചുവന്നപ്പയറ്, മുരിങ്ങാത്തൊലി, കറുക, തഴുതാമ, ചുവന്നുള്ളി, ഉണക്കമഞ്ഞൾ, ഇഞ്ചി, മാങ്ങ ഇഞ്ചി, നെല്ലിക്ക, ഉണക്കമുന്തിരി, സബർജില്, ആപ്പിള്, തണ്ണിമത്തൻ, കരിക്ക്, തേന്, ചക്കര, ശർക്കര, മോര്, വെളിച്ചെണ്ണ, വെണ്ണ, ഇതെല്ലാം കഴിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കിഡ്നി ഡിസീസ് വരാണ്ടിരിക്കാൻ നമുക്ക് ഈ പറയുന്ന ഡയറ്റിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെയധികം സാധിക്കും. പിന്നെ തൽക്കാലം കഴിക്കാൻ പാടില്ലാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാമ, തിന, ഉഴുന്ന്, എള്ള്, കടുക്, കൂണ്, വെണ്ടയ്ക്ക, ചുവന്ന കാബേജ്, ചുവന്ന ചീര, കോളിഫ്ലവർ, കൂർക്ക, ചേമ്പ്, ചെറുകിഴങ്ങ്, കാവത്ത്, കാച്ചില്, ചേന, പച്ചമുന്തിരി, ഓറഞ്ച്, മുസമ്പി, മാമ്പഴം, വാഴപ്പഴം, പപ്പായ, കൈതച്ചക്ക, ബദാം, അണ്ടിപ്പരിപ്പ്, ചെറുനാരങ്ങ, വലിയ നാരങ്ങ, കൽക്കണ്ടം, പഞ്ചസാര, മധുര പാനീയങ്ങള്, ബേക്കറി പലഹാരങ്ങള്, ജാം, പാല്, ഇതെല്ലാം ഒഴിവാക്കുക.
പിന്നെ തീരെ പാടില്ലാത്തതാണ് ക്യാബേജ്, ചീര, വെളുത്തുള്ളി, ചേമ്പിൻ തണ്ട്, അച്ചാറ്, വിനാഗിരി, മദ്യം, മുട്ട, ചെമ്മീൻ, ഞണ്ട്, അതായത് കടൽ മത്സ്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതായത് പിന്നെ വലിയ മൃഗങ്ങളുടെ മാംസം കഴിക്കാൻ പാടില്ല, പുകവലി, മുറുക്കാൻ. ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിഡ്നി ഡിസീസ് വരാണ്ടിരിക്കാൻ തന്നെ നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നാച്ചുറൽ വേ ഓഫ് ഗെറ്റിംഗ് പ്രിവെന്റഡ് ഫ്രം കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഞാൻ ആയുർവേദ ഡോക്ടറാണ്, അലോപ്പതി ഡോക്ടറല്ല. ആയുർവേദത്തിന്റെ മെഡിസിനെ ഇവിടെ പറ്റി കുറ്റം പറയുന്നതും അല്ല, ചികിത്സാ രീതികളെ നമ്മൾ ഇതാക്കി പറയുന്നതല്ല. സിവിയറായിട്ട് കണ്ടീഷൻസിൽ തീർച്ചയായിട്ടും ഡയാലിസിസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ നമുക്ക് ആയുർവേദത്തിൽ കൂടെ ഈ ഫ്രീക്വന്റ് വിസിറ്റ്സ് ഓഫ് ഡയാലിസിസ് നമുക്ക് പതുക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. അതെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, മിൽക്ക് ഒഴിവാക്കണം. മോര് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ മിൽക്ക്, തൈര് നിങ്ങൾ കിഡ്നി ഡിസീസ് ഉള്ളവർ ഒഴിവാക്കണം. ഓക്കെ, പിന്നെ അപ്പൊ ഇതോടുകൂടി കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ നിങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, കുറച്ച് കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പോഴും ആ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുക, എവിടെ പോയി തട്ടം, എവിടെ പോയി ഹിജാബ എന്ന് പറയുന്നത്. അത് എന്റെ തലയിൽ തട്ടുണ്ടോ തട്ടില്ലേ, എന്റെ വസ്ത്രധാരണയെ പറ്റി എന്റെ മാതാപിതാക്കൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ തന്നെയാണ് ആദ്യം ഹിജാബൊക്കെ ഇട്ടിട്ട് വന്നിരുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങളിൽ ചില ആൾക്കാർ, എല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചില ആൾക്കാരുടെ വൃത്തികെട്ട ഫോൺ കോൾസും മെസ്സേജസും കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി. എത്ര നല്ല രീതിയിൽ വന്നാലും നിങ്ങൾക്ക് പറയേണ്ടത് നിങ്ങൾ പറഞ്ഞിരിക്കും. അതൊരാള് വിചാരിച്ചാലും തടയാവുന്ന കാര്യമേ അല്ല. പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എന്റെ ശരീരം പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ എന്റെ അവയവങ്ങളെ പറ്റി പറഞ്ഞാൽ കേൾക്കാനേ അല്ല, അല്ലെങ്കിൽ എന്റെ മതം നിശ്ചയിക്കാനോ അല്ല. എന്റെ മതം എന്താന്ന് എനിക്ക് നന്നായി അറിയാം. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് പറയാനാണ്. ഹെൽത്തിനെ പറ്റി കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, അല്ലാത്തവർ നിങ്ങൾ കേൾക്കണ്ട. നല്ല ഇൻഫോർമേഷൻസ് നിങ്ങൾ സ്വീകരിക്കുക. പൊട്ടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ വരുന്ന വേഷം ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് കണ്ട് ഞാൻ തട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്നവർ എന്റെ വീഡിയോ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് ഐ ലവ് യു ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്, ലവ് യു ടു, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ എന്റെ ഹോസ്പിറ്റൽ പേര് ഐശ്വര്യ വൈദ്യശാല, ചെറുവത്താനി PO, കുന്നംകുളം, തൃശ്ശൂരാണ്. വിളിക്കേണ്ട നമ്പർ 9539902502 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചിട്ട് വേണം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. അതുപോലെ വേറൊരു മുന്നറിയിപ്പും കൂടി ഉണ്ട്. ഈ വൃത്തികെട്ട രീതിയിൽ കോൾ ചെയ്യുന്നതും മെസ്സേജ് ചെയ്യുന്നതും നിങ്ങൾക്കൊരു ജാഗ്രത, ഒരു വാർണിംഗ് ആണ്. കാരണം ഇതെല്ലാം സൈബർ സെല്ലിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ട്രേസ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോഴും വിളിക്കുമ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. താങ്ക് യു.